Hi all, welcome to this session. So in the previous session, we discussed Newton-Gregory forward interpolation formula. We have shown the final formula so that the formula can be used to find out the value of the function f of x for a given value of x, even though we don't know the explicit nature of the function. ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് ആ ഫംഗ്ഷൻ്റെ നേച്ചറിനെ കുറിച്ച് അറിയാതെ തന്നെ. ആൻഡ് വി ഡിറൈവ്ഡ് ദാറ്റ് ഫോർമുല ഇൻ പി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിച്ചു എന്ന് കരുതുന്നു. അല്ല, ഒരു ഏറ്റവും വലിയ കാര്യം അത് ഈക്വലി സ്പേസ്ഡ് എക്സ് വാല്യൂസ് ആയിരിക്കണം. ഈക്വലി സ്പേസ്ഡ് എക്സ് വാല്യൂസിനാണ് നമ്മൾ ന്യൂട്ടൺ ഗ്രിഗറി ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല പഠിച്ചത്. സോ ഇൻ ദിസ് സെഷൻ വി ആർ ഗോയിങ് ടു ലേൺ what is the error committed when we assume the function, the original function f of x with the polynomial y and x. നമ്മൾ ഒറിജിനൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൻ്റെ എക്സ്പ്ലിസിറ്റ് നേച്ചർ നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ അതേപോലെ ബിഹേവ് ചെയ്യുന്ന ഒരു പോളിനോമിയലിനെ കൺസ്ട്രക്ട് ചെയ്തു. ആ പോളിനോമിയലിനെ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ എന്തുമാത്രം എറർ നമ്മൾ വരുത്തി എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ഡിറൈവ് the formula to find out the error, and also we will discuss what is Newton-Gregory backward interpolation formula. നമ്മൾ പഠിച്ചതിൽ we use the forward difference, so the formula is called Newton-Gregory forward interpolation formula, and if we have the option to use the backward difference, then we will call that formula as Newton-Gregory backward interpolation formula. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നമ്മൾ ഈ സെഷനിൽ നോക്കും. നമുക്ക് സെഷനിലേക്ക് പോകാം. So this is the ന്യൂട്ടൺ-ഗ്രിഗറി ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. വൈ എൻ എക്സ് എന്ന് പറയുന്ന നമ്മളുടെ ഒറിജിനൽ ഫംഗ്ഷൻ പോലെ ബിഹേവ് ചെയ്യുന്ന ഒരു ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ y0 പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ y0 പ്ലസ് പി ഇൻറ്റു പി മൈനസ് 1/2 ഫാക്ടോറിയൽ ഡെൽറ്റ സ്ക്വയർ y0 പ്ലസ് എക്സെട്ര. സോ ദിസ് ഇസ് ദ ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗമെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നമുക്ക് എഫ് ഓഫ് എക്സ് അറിയത്തില്ല. Still we have some table of values, equally spaced x values ഉള്ള table of values നമുക്കുണ്ട്. ആ വാല്യൂസ് അല്ലെങ്കിൽ ആ ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് yx ബിഹേവ് ചെയ്യുന്നത് പോലെയുള്ള ഒരു പോളിനോമിയൽ കൺസ്ട്രക്ട് ചെയ്യാനാണ് നമ്മൾ പഠിച്ചത്. അപ്പം നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് വെൻ എക്സ് ഈക്വൽ ടു 2 ഓർ എക്സ് ഈക്വൽ ടു 3 വിച്ച് ഇസ് നോട്ട് ദെയർ ഇൻ ദ ടേബിൾ. ടേബിൾ ഇല്ലാത്തൊരു വാല്യൂ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്കറിയാം, ജസ്റ്റ് ഫൈൻഡ് ഔട്ട് പി ഫോർ ഈച്ച് എക്സ് വാല്യൂ. You can find what is the value of p. ക്വസ്റ്റ്യനിലുള്ള എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ആരെ കണ്ടുപിടിക്കുക, പി എ കണ്ടുപിടിക്കുക, ആൻഡ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്, കൺസ്ട്രക്ട് ദി ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ ആൻഡ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദി വാല്യൂസ്. നിങ്ങൾക്ക് എന്ത് കിട്ടും, അതുപോലെ ബിഹേവ് ചെയ്യുന്ന ഒരു പോളിനോമിയലിനെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് അങ്ങനെ ഒരു പോളിനോമിയലിനെ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ വി നീഡ് ടു എക്സ്പെക്ട് സം എറർ, ആൻഡ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദാറ്റ് എറർ. ആ എറർ എത്രമാത്രം ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. സോ വൈ എൻ എക്സ് ആണ് നമ്മൾ ഇന്റർപോളേറ്റ് ചെയ്ത പോളിനോമിയൽ. നമ്മൾ ഒറിജിനൽ ഫംഗ്ഷൻ ലെറ്റ് ഇറ്റ് ബി വൈ എക്സ് ആയിരുന്നു നമുക്കുള്ള ഒറിജിനൽ ഫംഗ്ഷൻ. സോ വി ക്യാൻ യൂസ് ദി ജനറൽ ഫോർമുല ടു ഡിറ്റക്ട് എറേഴ്സ് വൈ എക്സ് മൈനസ് വൈ എൻ എക്സ്. ഇതാണ് നമുക്ക് വേണ്ടത്. വാട്ട് ഇസ് ദ എറർ? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഒറിജിനൽ ഫംഗ്ഷൻ വൈ എക്സ് ആൻഡ് ദി അസ്യൂംഡ് പോളിനോമിയൽ വൈ എൻ എക്സ്. സോ വൈ എക്സ് മൈനസ് വൈ എൻ എക്സ് എന്ന് പറയുന്ന ജനറൽ ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ് മൈനസ് എക്സ് സീറോ into x minus x1 etc. x minus xn, we have n plus 1 points, x minus xn divided by n plus 1 factorial n plus 1 the derivative of yx, which is yn plus 1 derivative of x. So this is a general formula to detect errors in polynomial. That error theory ulladana. So that by using this theory you can find out what is the error you have committed when you approximate the original function yx with the polynomial ynx. പക്ഷേ ഈ എററിലുള്ളൊരു പ്രശ്നം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, we don't know what is the value of yx. നമുക്ക് yx-നെ കുറിച്ച് അറിയത്തില്ല. then how will it possible to find out this n plus 1 the derivative of yx? നമുക്ക് yx-നെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ അസ്യൂം ചെയ്തത്. പിന്നെ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഈ yn plus 1 അതിൻ്റെ n plus 1 the derivative നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും?
So this is a difficulty. ഈ error formula ഉപയോഗിക്കേണ്ട ഡിഫിക്കൽറ്റിയും ഇത് തന്നെയാണ്. But we have the option to find out this n+1th derivative using Taylor series. Taylor series expansion ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഡെറിവേറ്റീവിൻ്റെ ഒരു ഓപ്പറേറ്റർ ഇൻ ടേംസ് ഓഫ് ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ടൈലർ സീരീസിൻ്റെ ഉപയോഗം ഞാൻ പല സെഷനുകളിലും പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ഒരു വാല്യൂ അറിയാം, y(x) നമുക്കറിയാം. ആൻഡ് ഇഫ് യു വാണ്ട് ടു കാൽക്കുലേറ്റ് വാട്ട് ഈസ് y(x + h) ഇൻക്രിമെൻ്റ് ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് മാറ്റം വന്നു എന്നുള്ളതാണ് നമ്മൾ ടൈലർ സീരീസ് എക്സ്പാൻഷനിൽ കൂടി മനസ്സിലാക്കുന്നത്. അത് എങ്ങനെ എഴുതണം, എങ്ങനെ അതിൻ്റെ എക്സ്പാൻഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല സെഷനുകളായിട്ട് നമ്മൾ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ദ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് y(x + h) equal to y(x) plus the increment is h, and that increment h is very small. We are assuming that the increment is very small. So h into y dash x plus h square by 2 factorial y double dash x, etc. So this is a Taylor series expansion of y(x + h) if you know the value of y(x). നമ്മൾ പറഞ്ഞു the h value is very small, so that you can neglect the higher powers of h. അതായത് h square മുതലുള്ള higher powers of x നമുക്ക് എന്ത് ചെയ്യാം, h നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്ട് ചെയ്യാം. So that the final expression will become y(x + h) equal to y(x) plus h into y dash x. So from here you can write what is y dash x. Y dash x equal to y(x + h) minus yx by h. So y dash x equal to y(x + h) minus yx by h. Okay. ഒന്നും കൂടെ നമ്മൾ എഴുതിയാൽ y dash x equal to, so what is this y(x + h minus yx? y(x + h minus yx എന്താണ്? ഫോർവേഡ് ഡിഫറൻസ് ആണ് അല്ലേ? നമ്മൾ പോളിനോമിയലിന്റെ ഫോർവേഡ് ഡിഫറൻസ് ആണ് y(x + h minus yx. So we can substitute y(x + h minus yx with delta yx. So it is a forward difference operator, delta yx by h. Okay, so this is an operator, forward difference operator ആണ് ഇത്. y dash x നിങ്ങൾക്ക് അറിയാം. What is y dash x? dy by dx അല്ലേ? dy by dx നെയാണ് നമ്മൾ y dash എന്ന് എഴുതുന്നത്. And what is this d by dx? And d by dx is nothing but the differentiation operator. അപ്പം d by dx ന് പകരം you can substitute it with the operator capital D. So capital dy ആണ് നമ്മൾ പറയുന്നത് എന്തെന്ന് പറയുന്നത് y dash എന്ന് പറയുന്ന ആൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ, ഓപ്പറേറ്റർ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ, ഡിഫറൻസിയേഷൻ ഓപ്പറേറ്റർ. സോ ക്യാപിറ്റൽ D y(x) equal to delta, which is a forward difference operator, y(x) by h. Okay, ഈ ഇക്വേഷനെ നമ്മളൊന്ന് നോക്കിയാൽ, ഈ ഒരു ഓപ്പറേറ്റർ ഇക്വേഷൻ നോക്കിയാൽ LHS ഉം RHS ഉം നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ the variable is same, the operator is different, so that we can equate the operator. So here the operator D is nothing but it is the D yx നെ ഓപ്പറേറ്റ് ചെയ്യുന്ന അതേ എഫക്റ്റ് ആണ് ഡെൽറ്റ ബൈ എച്ച് ആരെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, yx നെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. So we can substitute the D with the derivative operator D with what? Delta by h. D with delta by h or 1 by h delta. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ഫസ്റ്റ് ഓർഡർ ആണ് ചെയ്തത്, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് ചെയ്തത്. ഇവിടെ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ എന്ത് വരും? d² by dx² വരും. സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് d², റൈറ്റ്? d² വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ d² വരുന്ന സ്ഥലത്ത് നിങ്ങൾ ഇവിടെ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് delta square yx by h, right? Delta square yx by h. So that you can say d² equal to
delta 1 by h delta square. Second derivative എടുക്കുന്നത് second order difference operator നെ h കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന തുല്യമായിരിക്കും. In general we can say what? In general we can say n plus 1 the derivative എടുക്കുന്ന operator d raised to n plus 1 is nothing but 1 by h delta raised to n plus 1. എന്ത് ചെയ്താൽ മതി? dn plus 1 എന്ന് പറയുന്നത് 1 by h delta raised to n plus 1. So this is very important. n plus 1 the derivative in the operator എന്ന് പറയുന്നത് we can write it by means of the forward difference operator delta raised to n plus 1. So delta raised to n plus 1 by h. നമുക്ക് ഈ ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റ് അല്ലെങ്കിൽ ഡെൽറ്റ വാല്യൂ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഫ്രം ദി ഡിഫറൻസ് ടേബിൾ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് n plus 1 the derivative എഴുതാൻ പറ്റും. So first we constructed the relation between the differentiation operator and forward difference operator. Clear? അങ്ങനെയാണെങ്കിൽ n plus 1 the derivative നമുക്ക് അതാണ് വേണ്ടത്. നമുക്ക് ആ എറർ ഇക്വേഷന്റെ ലാസ്റ്റ് n plus 1 the derivative നമുക്ക് അറിഞ്ഞൂടാ എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഫോർമുല ഉപയോഗിക്കാൻ പറ്റാത്തത്. സോ n plus 1 the derivative of yx നെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഡെറിവേറ്റീവ് ഓപ്പറേറ്റർ ഉപയോഗിച്ചാണെങ്കിൽ d raised to n plus 1 yx. ഇപ്പോൾ നമ്മൾ പഠിച്ചു n plus 1 the derivative operator എന്ന് പറഞ്ഞാൽ it is nothing but 1 by h raised to n plus 1 delta raised to n plus 1 y of x. എന്ത് ചെയ്താൽ മതി? y of x ന്റെ n plus 1 the derivative എടുക്കുക, അവിടെ n plus 1 by h raised to n plus 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ നേരത്തെ എഴുതിയപ്പോൾ എനിക്കൊരു ചെറിയ തെറ്റ് പറ്റിയായിരുന്നു. അതായത് d raised to n plus 1 ഈക്വൽ ടു 1 by h എന്നായിരുന്നു പറഞ്ഞത്. ഇറ്റ് ഈസ് നോട്ട് 1 by h, 1 by h raised to n plus 1 ആണ്. 1 by h raised to n plus 1 വാട്ട് ഡെൽറ്റ raised to n plus 1 ആണ് അതിൻ്റെ ഫോം. അതായത് ഡിക്ക് വി യൂസ് ഡി എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ നമുക്ക് കിട്ടിയത് 1 by h ഡെൽ ആണ്. ഓക്കെ, അതേപോലെ d raised to n plus 1 the derivative ആണെങ്കിൽ 1 by h raised to n plus 1 delta raised to n plus 1. അതായത് d സ്ക്വയറിനെ ഇറ്റ് ഈസ് 1 by h സ്ക്വയർ ഡെൽറ്റ സ്ക്വയർ, d ക്യൂബിന് 1 by h ക്യൂബ്. അതുപോലെ d raised to n plus 1 the ഡെറിവേറ്റീവിന് 1 by h raised to n plus 1 ഉണ്ട്. ഞാൻ നേരത്തെ എഴുതിയപ്പോൾ അത് h എന്ന് മാത്രമായിരുന്നു എഴുതിയത്, തെറ്റാണ്. സോ അത് ഇവിടെ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് y n plus 1 the ഡെറിവേറ്റീവ് നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? We have the equation for the error yx minus ynx. ഇവിടെ ഈ ഒരു ടേം ആയിരുന്നു നമ്മുടെ പ്രശ്നം. n plus 1 the derivative of yx നമ്മളിപ്പോൾ എന്ത് ചെയ്തു? യൂസിങ് ഡിഫറൻസ് ടേബിൾ വി കാൽക്കുലേറ്റഡ് വാട്ട് ദ വാല്യൂ ഓഫ് n plus 1 the derivative of x. ഇനി ഇവിടെ ഉള്ള x minus x0 ഇതെല്ലാം ഞാൻ കഴിഞ്ഞ നമ്മുടെ ന്യൂട്ടൺ ഗ്രിഗറി ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുലയിൽ പറഞ്ഞു. x minus x0ക്ക് പകരം we can substitute it with ph, right? x minus x0ക്ക് പകരം നിങ്ങൾക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ph സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ x minus x1 നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് p minus 1 into h. നമ്മൾ ആ ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല പഠിച്ചപ്പോൾ ഇത് എങ്ങനെയാണ് വന്നു എന്നൊക്കെ നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സിമിലർലി x minus x2ന് പകരം നിങ്ങൾക്ക് എന്ത് എഴുതാം? p minus 2 into h. ഇതെന്ത് ചെയ്യുക? നിങ്ങളുടെ ഇപ്പോൾ കിട്ടിയ ഫോർവേഡ് അല്ലെങ്കിൽ എററിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So that we are just going to find out what is the form of the error expression yx minus ynx. അപ്പോൾ p എന്ന് പറയുന്ന വേരിയബിൾ എന്താണെന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. p ഓരോ ക്വസ്റ്റ്യനിലും മാറും ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂ ഓഫ് ദി x, അൺനോൺ x വാല്യൂ. സോ yx minus ynx എന്ന് പറയുന്നത് x minus x0ക്ക് പകരം we can substitute ph, x minus x1 പകരം it is p minus 1 into h. Okay, x minus x2 പകരം it is p minus 2 into h, p minus 2 into h, etc. Okay, x minus xn is there, so it is p minus n into h divided by n plus 1 factorial divided by n plus 1 factorial. കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക, സ്വയം എന്നോടൊപ്പം തന്നെ എഴുതി പോവുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. p minus n into h, then we have 1 yn plus 1 the derivative. നമുക്കറിയാം എന്താ yn plus 1 the derivative പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഈ ഒരു എക്സ്പ്രഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ yn plus 1 the derivative പകരം it is 1 by h raised to n plus 1
delta raised to n plus 1 yx. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം h ഇവിടെ എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. h ഇവിടെ n പ്ലസ് 1 ടൈംസ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. സോ h ഇൻറ്റു h ഇൻറ്റു h ഇൻറ്റു n പ്ലസ് 1 ടൈംസ് വിച്ച് ഈസ് നത്തിങ് ബട്ട് h റൈസ് ടു n പ്ലസ് 1. ആ h റൈസ് ടു n പ്ലസ് 1 ആരുമായിട്ട് ക്യാൻസൽ ചെയ്യും, ഈ h റൈസ് ടു n പ്ലസ് 1 ക്യാൻസൽ ചെയ്യും. സോ റിമൈനിങ് വരുന്ന വേരിയബിൾസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, സോ ദി എറർ ഫോർമുല ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് p ഇൻറ്റു p minus 1 into p minus 2 etc. p minus n divided by n plus 1 factorial okay, then delta raised to n plus 1 yx. So this is the error you have committed when you approximate the original function with the polynomial yn. So from the difference table you can find out what is the error you have committed. അപ്പോൾ നമുക്ക് ആ പോളിനോമിയൽ ഉപയോഗിച്ച് ആ വാല്യൂം അറിയാൻ പറ്റും. അതേപോലെ തന്നെ അങ്ങനെ ഉപയോഗിച്ചപ്പോൾ നമ്മൾ എത്രമാത്രം എറർ അവിടെ വരുത്തിയെന്നും നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഈ ഫോർമുല കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ എറർ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ h വാല്യൂയിലാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ് വാല്യൂസ് വളരെ അത് തമ്മിലുള്ള ഇന്റർവൽ ഇഫ് ഇറ്റ് ഈസ് വെരി ലാർജ്, നമുക്ക് കിട്ടുന്ന ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ തരുന്ന ഉത്തരവ് എന്തായിരിക്കും, കൂടുതൽ എറർ ഉള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ എച്ച് വാല്യൂ കുറഞ്ഞ എക്സ് വാല്യൂസ്, ആ സ്പേസിംഗ് ഉള്ള എക്സ് വാല്യൂസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിച്ചാൽ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. സോ ദിസ് ദ എറർ വി ആർ കമ്മിറ്റിംഗ് വൈൽ അപ്രോക്സിമേറ്റിംഗ് ദി ഒറിജിനൽ ഫംഗ്ഷൻ വിത്ത് ദി ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ yn. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നല്ല രീതിയിൽ നോക്കുക. അപ്പോൾ ഇതാണ് ന്യൂട്ടൺ ഗ്രിഗറി ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല ആൻഡ് ദി എറർ കമ്മിറ്റഡ്. അപ്പോൾ എസ് ചോദിച്ചാൽ ഇത് രണ്ടും എഴുതണം, അതിൻ്റെ എക്സ്പ്രഷൻ മാത്രം എഴുതി വയ്ക്കരുത്. യു ഹാവ് ടു റൈറ്റ് ദി ഫോർമുല ഫോർ ദി എറർ ഓൾസോ. ഇനിയും അടുത്ത് നമ്മൾ പഠിക്കുന്നത് വാട്ട് ഇസ് ദി ന്യൂട്ടൺ ഗ്രിഗറി ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല. ഒരു വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് പറയാൻ പറ്റും എന്താണ് ന്യൂട്ടൺ ഗ്രിഗറി ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല എന്നുള്ളത്. ന്യൂട്ടൺ ഗ്രിഗറി ഫോർ ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എഴുതാം. കാരണം നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ ന്യൂട്ടൺ ഗ്രിഗറി ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല എഴുതിയപ്പോൾ വി അസ്യൂംഡ് എ പോളിനോമിയൽ, ന്യൂട്ടൺ ഷിഫ്റ്റഡ് ഫോം ഓഫ് ദി പോളിനോമിയൽ നമ്മൾ എഴുതിയിരുന്നു. അവിടെ നമ്മൾ എഴുതിയിരുന്നത് yn(x) എന്ന് പറഞ്ഞ a0 പ്ലസ് a1 ഇൻറ്റു ഇവിടെ x മൈനസ് x0 എന്ന് പറയുന്ന ഷിഫ്റ്റ് ആയിരുന്നു എടുത്തത്. അതായത് എക്സിനെ ഫസ്റ്റ് പോയിന്റുമായിട്ടുള്ള ഷിഫ്റ്റ് കൊണ്ടാണ് എടുത്തത്. ദെൻ x മൈനസ് x0 ഇൻറ്റു x മൈനസ് x1 സെക്കൻഡ് പോയിന്റ്. അതിന് പകരം ഇഫ് യു യൂസ് ദ ഷിഫ്റ്റ് ഇൻ ദിസ് മാനർ x മൈനസ് xn, അതായത് ലാസ്റ്റ് xn, അതായത് xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് x വാല്യൂ ആണ്. ലാസ്റ്റ് x വാല്യൂസ് വെച്ചാണ് ആ ഷിഫ്റ്റ് എടുത്തതെങ്കിൽ വി വിൽ ഗെറ്റ് ദി ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ അസ്യൂം ചെയ്യുന്ന പോളിനോമിയലിന്റെ ഫോം മാത്രം മാറ്റുക. അത് a0 പ്ലസ് a1 ഇൻറ്റു x മൈനസ് xn പ്ലസ് a2 ഇൻറ്റു x മൈനസ് xn ഇൻറ്റു x മൈനസ് xn മൈനസ് 1, അതായത് ഏറ്റവും ലാസ്റ്റ് പോയിന്റിൽ നിന്ന് മുകളിലേക്ക് പോകുക. ആ രീതിയിൽ നിങ്ങൾ പോളിനോമിയലിനെ അസ്യൂം ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ദെൻ യു ഹാവ് ടു ഇമ്പോസ് ദി കണ്ടീഷൻ. എന്ത് ചെയ്യാം, എന്ത് വാല്യൂ കൊടുക്കുമ്പോൾ xn കൊടുക്കുമ്പോൾ x ഈക്വൽ ടു xn കൊടുക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ എത്ര കിട്ടണം, yn ആയിരുന്നു നമുക്ക് ടേബിൾ കിട്ടിയത്. അത് ഇവിടെ നമുക്ക് എത്ര കിട്ടണം, yn xn കിട്ടണം. ആ കണ്ടീഷൻ ഇവിടെ കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് a1 a2 a3 എക്സെട്ര. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കും, എക്സിന് പകരം xn കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന വാല്യൂ a0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പത്തിൽ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് അവിടെ നമ്മൾ ചെയ്തത് വെൻ x ഈക്വൽ ടു x0 y ഈക്വൽ ടു y0 അങ്ങനെ ആയിരുന്നു നമ്മൾ a0 കണ്ടുപിടിച്ചത്. ഇവിടെ എന്ത് ചെയ്യണം, വെൻ x ഈക്വൽ ടു xn y ഈക്വൽ ടു yn, അതേപോലെ yn എന്ന് പറയുന്നത് yn x റൈസ് ടു n ആയിരിക്കണം. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുക, a0 കണ്ടുപിടിക്കുക. So that you will get the final form of the polynomial asynx എന്ന് പറയുന്നത് it is y0 plus it is yn. നമുക്ക് ന്യൂട്ടൺ ഗ്രിഗറി ഫോർവേഡ് ഫോർമുലയിൽ y0 പ്ലസ് എന്നായിരുന്നു വരുന്നത്. ഇവിടെ yn പ്ലസ് yn പ്ലസ് p ഇൻറ്റു del yn. So it is a backward difference operator. del yn plus p into
p minus 1 p into p minus 1 ന് പകരം ഇവിടെ നമുക്ക് വരുന്നത് p into p plus 1 ആയിരിക്കും. p into p plus 1 by 2 factorial del square yn plus p into p plus 1 into p plus 2 by 3 factorial del cube yn plus etc. plus p into p plus 1 into p plus 2 etc. into p plus n minus 1 p plus n minus 1 divided by n factorial del raised to n yn. So this is the form of the Newton-Gregory backward interpolation formula. എന്ത് മാറ്റമാണ് വരുത്തിയത്? നമ്മൾ ആ പോളിനോമിയലിനെ ഷിഫ്റ്റ് ഫ്രം xnൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ഓരോ കണ്ടീഷനും നമ്മൾ ഇമ്പോസ് ചെയ്ത് a0 a1 കിട്ടുമ്പോൾ യു വിൽ ഗെറ്റ് ynx. ഈ ഫോമിൽ കിട്ടും. നമുക്ക് ഫോർവേഡ് ഇന്റർപോളേഷൻ കിട്ടിയ ഫോർമുല ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ രണ്ട് ഫോർമുല. ദിസ് ഈസ് ന്യൂട്ടൺ-ഗ്രിഗറി ബാക്ക്വേർഡ് ഫോർമുല ആൻഡ് ദിസ് വൺ ഈസ് ന്യൂട്ടൺ-ഗ്രിഗറി ഫോർവേഡ് ഫോർമുല. നിങ്ങൾ അതിന്റെ വ്യത്യാസം നോക്കിയാൽ അറിയാം. ഈ ബാക്ക്വേർഡ് ഫോർമുലയിൽ ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ ആണ്, ഫോർവേഡിൽ ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ ആണ്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് yn ആൻഡ് സ്റ്റാർട്ട്സ് വിത്ത് y0. സോ ഹിയർ p into p plus 1 into p plus 2 അങ്ങനെയാണ് പോകുന്നത്. ഇവിടെ p into p minus 1 into p minus 2 ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഇവിടെ p plus 1 ആയിട്ട് വരുന്നു, ഇവിടെ p minus 1 ആയിട്ട് വരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ഉള്ള വ്യത്യാസം നിങ്ങൾ അറിയണം. ആൻഡ് ആൾസോ യു ഹാവ് ടു ഡിറൈവ് ഈ ഒരു ന്യൂട്ടൺ ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല നിങ്ങൾ എന്ത് ചെയ്യുക? സ്വയം ഡിറൈവ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. നമ്മൾ ഫോർവേഡിൽ പഠിച്ച അതേ തിയറി ഉപയോഗിച്ചുകൊണ്ട് യു പ്ലീസ് കൺസ്ട്രക്ട് വാട്ട് ഈസ് ദിസ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഇന്റർപോളേഷൻ ഫോർമുല. ഓരോ കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്ത് a0യും a1 ഒക്കെ കണ്ടുപിടിച്ച് ഈ ഒരു ഫോർമുല എന്ത് ചെയ്യുക? ഡിറൈവ് ചെയ്ത് എടുക്കുക. ഇവിടെ ഉള്ള വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഫോർവേഡ് ഫോർമുലയിൽ വാട്ട് ഈസ് p എന്ന് പറയുന്നത് ഇറ്റ് ഈസ് x minus x0 by h ആയിരുന്നു അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ് വാല്യൂവും ഫസ്റ്റ് പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ് അതിനായിരുന്നു സ്കെയിൽ ചെയ്തത്. പക്ഷെ ഇവിടുത്തെ p എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് x minus xn by h. ആ ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് x minus xn by h ആയിരിക്കും. അതായത് ലാസ്റ്റ് വാല്യൂവും എക്സും തമ്മിലുള്ള ഡിഫറൻസിനെ ആയിരിക്കും ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുലയിൽ എന്ത് ചെയ്യുന്നത്? സ്കെയിൽ ചെയ്യുന്നത്. ഇനി ഇത് എപ്പോഴൊക്കെയാണ് ഇത് ഫോർവേഡ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ബാക്ക്വേർഡ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സപ്പോസ് ഇത് ടേബിൾ ഓഫ് വാല്യൂസ്. ഈ ഒരു ഇതാണ് നമുക്കുള്ള ടേബിൾ ഓഫ് വാല്യൂസ്. ഇവിടെ നിന്നും നമുക്ക് ഈ ഒരു ഇനിഷ്യൽ ഇന്റർവെല്ലിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെക്കുക. സപ്പോസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇതിപ്പം 1 ആണ്, ഇതിപ്പം 2 ആണ്. ആൻഡ് ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് y when x equal to 1.5, അതായത് ബിഗിനിങ് ആയിട്ട് വരുന്ന പോയിന്റ്സിന്റെ ഇടയിലാണ് നമ്മൾ ഇന്റർപോളേഷൻ ചെയ്യുന്നതെങ്കിൽ വി വിൽ യൂസ് ന്യൂട്ടൺ-ഗ്രിഗറി ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല. അതേപോലെ തന്നെ ലാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ നിയർ ദി എൻഡ് ഓഫ് ദി ടേബിളേറ്റഡ് പോയിന്റ്സിലാണ് നമ്മൾ വരുന്നത്, അതായത് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇന്റർപോളേഷൻ ചെയ്യേണ്ടി വരുന്നതെന്ന് കരുതിയാൽ വി വിൽ യൂസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല. അതായത് ഫസ്റ്റ് ഡേറ്റ പോയിന്റ്സിന്റെ ഇനിഷ്യലിലാണെങ്കിൽ വി വിൽ യൂസ് ന്യൂട്ടൺ-ഗ്രിഗറി ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല. ഡേറ്റ പോയിന്റ്സിന്റെ ലാസ്റ്റ് ആണ് നമ്മൾ ഇന്റർപോളേറ്റ് ചെയ്യുന്നതെങ്കിൽ റിസൾട്ട് അല്പം കൂടെ ആക്യുറേറ്റ് ആകാൻ നമ്മൾ ഏത് ഉപയോഗിക്കുക? ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിക്കുക. ഇനി മിഡിലാണ് നിങ്ങൾക്ക് ഇന്റർപോളേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ വി വിൽ യൂസ് സെൻട്രൽ ഇന്റർപോളേഷൻ ഫോർമുല, സെൻട്രൽ ഡിഫറൻസ് ഇന്റർപോളേഷൻ ഫോർമുല ദാറ്റ് വി വിൽ ലേൺ ലേറ്റർ. അപ്പോൾ ഇതാണ് ന്യൂട്ടൺ-ഗ്രിഗറി ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല, എറർ ദാൻ ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല. ഓക്കെ, നമ്മൾ നേരത്തെ എറർ കണ്ടുപിടിച്ച പോലെ തന്നെ യു ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ എറർ യു ഹാവ് കമ്മിറ്റഡ് വൈൽ യൂസിങ് ദിസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല ആൾസോ. അതും കൂടെ നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്യുക. ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ദിസ് ഇസ് ദ പ്രോബ്ലം. The following table gives the values of density of saturated water for various temperatures of saturated steam. Find by interpolation densities when the temperatures are 130 degrees centigrade and 275 degrees centigrade respectively. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ഡെൻസിറ്റി ഓഫ് സാച്ചുറേറ്റഡ് വാട്ടർ ഫോർ വേരിയസ് ടെമ്പറേച്ചേഴ്സ് ഓഫ് സാച്ചുറേറ്റഡ് സ്റ്റീം ആണ്.
അപ്പം നമുക്ക് എക്സ് വാല്യൂസ് ആയിട്ട് സാച്ചുറേറ്റഡ് സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ ഉണ്ട്. ആ സമയത്തുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൻസിറ്റി ഓഫ് സാച്ചുറേറ്റഡ് വാട്ടർ ആണ് നമ്മുടെ വൈ വാല്യൂ. ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഇസ് ദ ഡെൻസിറ്റി ഓഫ് സാച്ചുറേറ്റഡ് വാട്ടർ വെൻ ദി ടെമ്പറേച്ചർ ഈസ് 130 ഡിഗ്രി. ആ 130 ഇവിടെ ഇല്ല, നമ്മുടെ ടേബിൾ വാല്യൂസിൽ ഇല്ല. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദിസ് വാല്യൂ ബൈ യൂസിങ് ഇന്റർപോളേഷൻ. ദെൻ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ ടെമ്പറേച്ചർ, വാട്ട് ഇസ് ദ ഡെൻസിറ്റി വെൻ ദ ടെമ്പറേച്ചർ ഈസ് 275. ഈ രണ്ട് ടെമ്പറേച്ചറിലെ വാല്യൂ ഡെൻസിറ്റി നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഇത് ഇന്റർപോളേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈക്വലി സ്പേസ്ഡ് എക്സ് വാല്യൂസ് ആണോ എന്നതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഈക്വലി സ്പേസ്ഡ് ആണ്, കാരണം ഇവിടെ എക്സ് വാല്യൂസ് 50 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് എന്ത് ചെയ്ത് നിൽക്കുന്നത്, സെപ്പറേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പം ഇത് ഈക്വലി സ്പേസ്ഡ് എക്സ് വാല്യൂസ് ആണ്, നമുക്ക് ഇന്റർപോളേഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ 2 ഡിഗ്രി ചെയ്യേണ്ടതുണ്ട്, 130 275. 130 എന്ന് പറയുന്ന ഈ പോയിന്റ് നിയർ ദി ബിഗിനിങ് ഓഫ് ദ ഡേറ്റ പോയിന്റ് ആണ്. 275 എന്ന് പറയുന്ന ഈ പോയിന്റ് നിയർ ദി എൻ പോയിന്റിലുമാണ്. അപ്പോൾ 130 വി ക്യാൻ യൂസ് ന്യൂട്ടൺ ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല ആൻഡ് 275 ഡിഗ്രി വി ക്യാൻ യൂസ് ന്യൂട്ടൺ ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല. രണ്ടുമായിട്ട് നമുക്ക് 130 എങ്ങനെ 275 എങ്ങനെ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് ആദ്യം വേണ്ടത് വി ഹാവ് ടു കൺസ്ട്രക്ട് ദി ഡിഫറൻസ് ടേബിൾ ഫസ്റ്റ്. ഓക്കെ, നമുക്ക് ടേബിൾ ഓഫ് വാല്യൂസ് ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാം. സോ വി ഹാവ് എക്സ് വാല്യൂസ് ആൻഡ് വി ഹാവ് വൈ വാല്യൂസ്. സോ എക്സ് ഈക്വലി സ്പേസ്ഡ് എക്സ് വാല്യൂസ് ആണ്, നമ്മളത് നോക്കിയായിരുന്നു. അത് എപ്പോഴും എല്ലാ പ്രോബ്ലത്തിലും അത് ശ്രദ്ധിക്കണം. സോ എക്സ് 100, then 150, 200, 250, 300. And the y values 958, 917, 865, 799, 712. Okay, just construct the forward difference table first. So delta, first delta 917 minus 958, it is minus 41. Then 865 minus 917, so it is minus 52. Then 799 minus 865, it is minus 66. Then 712 minus 799, minus 87. Okay, then construct the second order difference, delta square. Delta square, so it is minus 11, minus 14, and then minus 21. Then construct delta cube, third order. Delta cube, so it is minus 3, and here minus 7. Then the last order delta raised to 4, so it is minus 4. So we constructed the forward difference table. ഈ ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ബാക്ക്വേർഡ് ഡിഫറൻസും എഴുതാം. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ക്വേർഡിൽ ഇവിടെ എന്ത് വരും, ഡെല്ല് വരും, പക്ഷേ ദ വാല്യൂസ് ആർ സെയിം അല്ലേ. ഇതിനെ നമ്മൾ ഡെൽറ്റ റൈസ് ടു y0 എന്ന് ഫോർവേഡ് ഡിഫറൻസ് ടേബിളിൽ പറയും, -41. ഡെൽറ്റ റൈസ് ടു y0 എന്നാണ് നമ്മൾ ഫോർവേഡ് ഡിഫറൻസിനെ പറയുന്നത്. ബാക്ക്വേർഡിൽ നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കും, del y1 എന്ന് വിളിക്കും, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. del y1 എന്ന് വിളിക്കും, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. സോ ദി വാല്യൂസ് ആർ സെയിം. അതായത് ഈ വാല്യൂസ് എല്ലാം, ഈ വാല്യൂസ് ഈ ഒരു ലൈനിന് മുകളിൽ വരുന്ന വാല്യൂസ് എല്ലാം നമ്മൾ ഏതിന് ഉപയോഗിക്കും, ഫോർവേഡ് ഡിഫറൻസ് ടേബിളിന് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഈ ലൈനിന് താഴെ വരുന്ന വാല്യൂസ് എല്ലാം നമ്മൾ ഏതിന് ഉപയോഗിക്കും, ബാക്ക്വേർഡ് ഡിഫറൻസിന് ഉപയോഗിക്കും. അതായത് നമുക്ക് വേണ്ടത് ഫോർവേഡിൽ നമുക്ക് വേണ്ടത് നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത്, ഡെൽറ്റ y0 വേണം. ഓക്കെ, ഡെൽറ്റ y0 വേണം, അതേതാ, ഈ പോയിന്റ് ആണ്. ദെൻ വി നീഡ് ഡെൽറ്റ സ്ക്വയർ y0 വേണം, അതേതാ, ഇതാണ്. ദെൻ ഡെൽറ്റ ക്യൂബ് y0, ദെൻ ഡെൽറ്റ റൈസ് ടു 4 y0. അതുപോലെ ബാക്ക്വേർഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്, ഫസ്റ്റ് വേണ്ടത് എന്താണ്, വാട്ട്, ഡെൽ y4 ആണ് നമുക്ക് വേണ്ടത്. സോ ഇറ്റ് ഈസ് ഡെൽ y4. അതുപോലെ ഡെൽ സ്ക്വയർ വേണം,
ഡെൽ ക്യൂബ് വേണം. അപ്പം ഈ ഒരു വാല്യൂസ് ആണ് നമ്മൾ ഏതിന് ഉപയോഗിക്കുന്നത്? ബാക്ക്വേർഡ് ഡിഫറൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ആദ്യം 130 ഡിഗ്രിയിൽ എങ്ങനെയാണ് അതിൻ്റെ 130 ഡിഗ്രിയിലെ ടെമ്പറേച്ചറിൽ എത്രയായിരിക്കും ഡെൻസിറ്റി എന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. 130 ഡിഗ്രിയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഫോർ ദാറ്റ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ന്യൂട്ടൺ ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യമേ എഴുതുന്നു. ഹിയർ x0 എന്ന് പറയുന്നത് 100 ആണ്. സോ എക്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന 130 ഡിഗ്രിയാണ്. ഓക്കെ, സോ ദാറ്റ് h എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 50. 150 minus 100, എക്സിൻ്റെ സ്പേസിങ്. സോ ഇറ്റ് ഈസ് 50. So we have to find out what is P. P equal to x minus x0 by h. P equal to x minus x0 by h. Substitute that. X in the bottom it is 130 minus x0 ki bottom 100 by 50. So it is 30 by 50 and it is 0.6. R value കിട്ടി, P യുടെ വാല്യൂ കിട്ടി. And then we need to write the formula. Interpolation formula നമ്മൾ എഴുതാൻ പോവുകയാണ്. yx എന്ന് പറയുന്നത് it is y0 plus P into delta y0 plus P into P minus 1 by 2 factorial delta square y0 plus P into P minus 1 into P minus 2 by 3 factorial delta cube y0. ഇനി നമുക്ക് ഡെൽറ്റ റൈസ് ടു 4 കൂടെ എഴുതാം. പ്ലസ് പി ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു പി മൈനസ് 2 ഇൻറ്റു പി മൈനസ് 3 ബൈ 4 ഫാക്ടോറിയൽ ഡെൽറ്റ റൈസ് ടു 4 y0. നമ്മൾ എന്ത് ചെയ്തു? ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഫോർമുലയ്ക്ക് നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി? സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മാത്രം മതി. സോ നമ്മൾ so we have to find out what is the value of y when x equal to 130. So it is y0 plus y0 നമ്മൾ എന്താണ്? ഫസ്റ്റ് y വാല്യൂ ആണ്. സോ ഇറ്റ് ഈസ് 958 എഴുതി. പ്ലസ് പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.6 നമ്മളിവിടെ കണ്ടുപിടിച്ചു. സോ 0.6 ഇൻറ്റു ഡെൽറ്റ y0. വാട്ട് ഇസ് ഡെൽറ്റ y0? ഇറ്റ് ഈസ് -41. Then p into p minus 1 by 2 factorial by delta square y0. Then അവിടെ എന്ത് എടുക്കുക? ഡെൽറ്റ സ്ക്വയർ y0ക്ക് പകരം ഇറ്റ് ഈസ് -11. അതാണ് ഞാൻ പറഞ്ഞ ഈ വൈറ്റ് ലൈനിന് മുകളിലുള്ള വാല്യൂസ് ആണ് നമ്മൾ ഫോർവേഡ് ഡിഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 0.6 ഇൻറ്റു ഡെൽറ്റ y0 ഇറ്റ് ഈസ് -41 പ്ലസ് p into p minus 1 0.6 into 0.6 minus 1 delta square y0 it is -11 plus 0.6 into 0.6 minus 1 into 0.6 minus 2 divided by 3 factorial delta cube y0 for third order first term it is -3 plus 0.6 into 0.6 minus 1 into 0.6 minus 2 into 0.6 minus 3 by 4 factorial into delta raised to 4 y0 which is into -4. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതിൽ നിന്നും ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക.
അപ്പോൾ ബ്രാക്കറ്റിലുള്ളതെല്ലാം വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങളുടെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ശ്രദ്ധിച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ഇറ്റ് ഈസ് 934. എല്ലാവരും ചെയ്ത് നോക്കുക, ഉത്തരം ഇതാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇറ്റ് ഈസ് 934.68. 934.68 കിട്ടും. ഇവിടുത്തെ നിങ്ങളുടെ y വാല്യൂ നോക്കിയാൽ അറിയാം, എല്ലാം എന്താണ് ഡെസിമൽ പാർട്ട് ഇല്ല. സോ അത് നമുക്ക് കിട്ടിയ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ അപ്രോക്സിമേറ്റ് ഇറ്റ് ടു 935. So this is the density of the saturated water when the temperature of the saturated steam is 130 degree. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 130 ഡിഗ്രിയിലെ ഡെൻസിറ്റി ഇല്ല. സോ 100ന്റെ ഉണ്ട്, 150ന്റെ ഉണ്ട്. സോ യൂസിങ് ദിസ് ഡിഫറൻസ് ടേബിൾ വി കാൽക്കുലേറ്റഡ് വാട്ട് ഇസ് ദ ഡെൻസിറ്റി വെൻ the temperature is 130 and we got the density as 935. And this is the use of interpolation. ഇതുപോലെ നിങ്ങൾ ഏത് ചെയ്യണം, ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല നിങ്ങൾ ചെയ്ത് നോക്കണം. നമുക്ക് അടുത്ത ചെയ്യേണ്ടത് 275 ഡിഗ്രിയാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ വി ക്യാൻ യൂസ് ദി ബാക്ക്വേർഡ് ഡിഫറൻസ് ഇന്റർപോളേഷൻ ഫോർമുല. എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ 275 ഡിഗ്രിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ 275 ഡിഗ്രി. So we are using Newton-Gregory backward interpolation formula. അപ്പോൾ നമുക്ക് ഡേറ്റ ഒന്ന് എഴുതാം. So we need yn, right? yn നമുക്ക് വേണം. So yn is the last y value. yn equal to 712. Okay. Then we need del y4 ആണ് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. So del y4 is this one. Okay. ഇതാണ് നമ്മുടെ del y4 എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് del y1, y2, y3, y4. സോ ദിസ് del y4, ഇറ്റ് ഈസ് -87. Then what is x value? X equal to 275 degree centigrade and xn equal to 300. Last x value, it is 300. So that we have to find out what is p. P equal to x minus xn by h. X minus xn by h. Here h is again 50. So it is what? 275 minus 300 by 50. It is minus 0.5. It is minus 0.5. So we calculated the value of p in backward interpolation formula. Okay. Then we have to write what is the expression for backward interpolation formula. Yn of 275. Yn of 275 equal to, it starts with yn plus p into del yn. So it is y4 അല്ലേ. ഇവിടുത്തെ എന്താണ് y0, y1, y2, y3, y4. So that we can write yn ന് പകരം നമുക്ക് എത്ര എഴുതാം, we can write it is y4. So it is y4 plus p into delta del y4 plus p into p plus 1 by 2 factorial what del square y4 plus p into p plus 1 by 3 factorial del cube y4 plus last term p into p plus 1 into p plus 2 by 4 factorial del raised to 4 by 4. Del raised to 4 by 4. ഇവിടെ നമുക്ക് നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യുക, p കണ്ടുപിടിക്കുക, p സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക and just use these values. ഈ റെഡ് ലൈനിന് താഴെയുള്ള വാല്യൂസ് ഇവിടെ യൂസ് ചെയ്യുക. y4 ന് പകരം ഇറ്റ് ഈസ് 712. then del y4 ന് പകരം ഇറ്റ് ഈസ് -87. then del square y4 ന് പകരം -21. del q ന് പകരം -7 and last del raised to 4 y4 ന് പകരം ഇറ്റ് ഈസ് -4. ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് just find out what is the value of y when x equal to 275. ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ you will get approximately it is 759 എന്ന് പറഞ്ഞ് ഉത്തരം കിട്ടും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, p ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വളരെ ശ്രദ്ധിച്ച് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക.
So in this way you can calculate the value of y for a given x value using this Newton forward difference formula as well as using Newton backward difference formula. അപ്പോൾ ഈ രീതിയിൽ ഡിഫറൻസ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ 2 പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്ക്വേർഡ് ഡിഫറൻസും ഫോർവേഡ് ഡിഫറൻസും സെപ്പറേറ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യേണ്ട. ന്യൂട്ടൺ ഫോർവേഡ് ഡിഫറൻസ് നിന്നുകൊണ്ട് തന്നെ ബാക്ക്വേർഡ് ഡിഫറൻസ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായെന്ന് കരുതുന്നു തിയറി ആൻഡ് പ്രോബ്ലംസ്. താങ്ക് യു.